ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പോൾ നമ്മുടെ കസാക്കിസ്ഥാനിലെ ഡേ 3 ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളോട് ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിന്നൊരു 3 പ്ലേസിലോട്ടാണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടുന്ന് അൽമാട്ടിയിൽ നിന്ന് തന്നെ ഒരു 4 മണിക്കൂറോളം ഏതാണ്ട് ദൂരമുണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേറ്റുണ്ട്. ഒരു 6 o'clock എല്ലാവരോടും റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഹോട്ടലുകാർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ബസ്സിലോട്ട് കയറുകയാണ്. ബസ്സിലിരുന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. പിന്നെ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. It's like not very interesting, so enjoy your trip. And like tomorrow is another trip, so I hope everyone took like warm clothes. So please enjoy as much as possible. It's the most beautiful places you're going to visit. Thank you very much. In coffee, like some snacks, and the restaurant. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ പോകുന്ന വഴിയിലെ നഗരത്തിലെ അൽമാട്ടി നഗരത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് എല്ലാ സംഭവ വികാസങ്ങളും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ടർ, മഫ്ലർ, ഗ്ലൗസ് എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടത്തെക്കാളും തണുപ്പ് കൂടുതലായിരിക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൈപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഗൈഡായ മല്ലിക ഇന്നും കൂടി ഞങ്ങളുടെ കൂടെയുള്ളൂ. 3 ദിവസമാണ് ഗൈഡിനെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ കഴിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴിയിലുള്ള നെൽപ്പാടങ്ങൾ പോലെയുള്ള ചോളം, ഗോതമ്പ് അങ്ങനെയുള്ളതാണ്. ഇതൊരു കൂട്ടം പശുക്കളാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ആദ്യം കുതിരകളാണെന്ന് വിചാരിച്ചു. So I just want to talk about today's agenda. So we have a busy day. The first stop is Koysay. This lake, which is translated from Kazakh, means lake in the gorge. Then we will have some lunch at Sata village. The population of the village is about 2,000 people, and the main income they have from tourists. They give some accommodation to the tourists and prepare some food. So, and you will see, and maybe you will have the opportunity to go to the market and maybe buy some local food or honey. They make honey, as you know. So hopefully today we can do it. So, and the second stop after lunch will be that Kayınlar Lake. Before, you know, in the middle of the last century, it's like 50s, it was a damaging earthquake. Then before that lake was just a forest. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് കേട്ടോ മല്ലിക നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത്. നമ്മളിന്ന് പോകുന്നത് 3 പ്ലേസിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കോസായി ലേക്ക്, കൈൻഡി ലേക്ക്, ചാരൻ കാനിയോൺ ഇവിടേക്കാണ്. അതിൽ ലഞ്ച് ബ്രേക്ക് നമുക്ക് ഹോംലി ഫുഡായിരിക്കും. പ്രൊനൗൺസിയേഷൻ തെറ്റണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. This is Almaty Ado. This is that count? Okay. We need some. Both are same? One of same? No, just this one.
ഇവിടെ നമ്മളുടെ അങ്ങനെ ടൗൺ ഏരിയ ഒക്കെ വിട്ട് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കൃഷിയിടം സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു ടൗൺ ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിറയെ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടകളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൈ പിടിക്കാം. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും നേരത്തെ കഴിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആപ്പിളും ബനാനയും പിന്നെ അതുപോലെ നല്ലൊരു ബെറികളും അങ്ങനെ അതൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ മെയിൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോളുകളായിട്ട് നിറയെ ഫ്രൂട്ട്സും എല്ലാതും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീണ്ടും യാത്ര ആരംഭിച്ചു. അത്യാവശ്യം വിജനമായ ഏരിയ ആണ് കേട്ടോ ഇത്. കുറേ മലകളും കുന്നുകളും എന്താ പറയുക, അങ്ങനെ രണ്ട് സൈഡും അതുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിലോട്ട് പോകുന്നവരെല്ലാവരും ഈ പറഞ്ഞ സ്ഥലങ്ങൾ കാണാൻ തന്നെയായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ മുമ്പിലും വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സ്ഥലത്ത് ചിലപ്പോൾ മഴ പെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കവിടെ ചെന്ന് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോഴും നമ്മുടെ സ്ഥലത്തെത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും സൈഡായി തുടങ്ങി. മക്കളൊക്കെ ചാടിമറിയിലും കുത്തിമറിയിലും ഒക്കെ ഒന്ന് കഴിഞ്ഞ് എല്ലാവരും സൈഡായി തുടങ്ങി. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ഒരു വൈബിലോട്ടാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് ഉറങ്ങിപ്പോയവരുണ്ട്. കുറേ പേര് ഇങ്ങനെ എല്ലാവരും രണ്ട് സൈഡിലും ഈ കുന്നും മലകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. ഈ ഇരുവശങ്ങളിലുമുള്ള മലനിരകളുടെ ഇടയിലൂടെ ഉള്ള യാത്ര. അപ്പോൾ നമുക്കിന്ന് ആദ്യം പോകുന്ന ഖോസായി ലേക്കിനെ കുറിച്ച് അറിയാം. ടിയാൻ ഷാൻ പർവ്വതനിരകളുടെ വടക്കേ ചെരുവിലാണ്. അതായത് കസാക്കിസ്ഥാനിൽ നിന്ന് തെക്കുകിഴക്കൻ കസാക്കിസ്ഥാനുമായി 10 കിലോമീറ്റർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഖോസായി ലേക്ക്. ഖോസായി നദിയെ തടയുന്ന മണ്ണിടിച്ചിലിൽ നിന്നും രൂപം കൊണ്ട പ്രകൃതിദത്തമായ പർവ്വത ജലസംഭരണിയാണ് ഈ ഖോസായി ലേക്ക് എന്ന് പറയുന്നത്. അൽമാട്ടി മേഖലയിലെ റംബക്ക് ജില്ലയ്ക്കും തൽഗർ ജില്ലയ്ക്കും ഇടയിലാണ് ഈ ഖോസായി തടാകങ്ങൾ ഉള്ളത്. അൽമാട്ടിയിൽ നിന്നും 120 കിലോമീറ്റർ തെക്കുകിഴക്കാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ടെക്ടോണിക് ഉദ്ഭവ തടാകങ്ങൾ ഏകദേശം 1887 1911 കണ്ടകി കോൾസെ നദികൾ രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തുള്ള ഗ്രാമമായ സതിയിൽ അതിഥി മന്ദിരങ്ങളും ക്യാമ്പ് സൈറ്റുകളും ഉണ്ട്. താഴത്തെ തടാകത്തിൽ നിന്ന് ആരംഭിച്ച് കോൾസെ തടാകങ്ങളിലൂടെ പുരോഗമിക്കുകയും സരി ബുലാക് ചുരത്തിൻ്റെ മുകളിലൂടെ നീങ്ങുകയും ചെയ്യുന്നു. 25 കിലോമീറ്റർ കാൽനട യാത്രയുമുണ്ട്. ഈ റൂട്ടിൽ 3 ദിവസമാണ് കാൽനടയാത്രയ്ക്കായി ഉള്ളത്. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കുതിര സവാരിയാണ് ആവുമ്പോഴാണ് അത് കവർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഈ പ്രദേശത്തെ ഒരു പ്രശസ്തമായ പർവ്വത ടൂറിസം കേന്ദ്രമാണ്.
കോൾസെ തടാകങ്ങൾക്ക് കോൾസെ തടാകങ്ങളിലേക്കുള്ള കാൽനട പാതകൾ തുടക്കക്കാർക്ക് താരതമ്യേന ആക്സസ് ചെയ്യാവുന്നതാണ്. പിക്നിക്കുകൾ, കുതിരസവാരി, മൗണ്ടൻ ബൈക്ക് എന്നിവയൊക്കെയാണ് ഈ പ്രദേശത്ത് ജനപ്രിയമായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇത് നടത്തപ്പെടുന്നത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ അവസാനം വരെയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ തണുപ്പ് കാലമായതിനാലാണ് അത് നടത്താത്തത് കേട്ടോ. പണ്ടുരാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ. സഞ്ചരിച്ച് നമ്മളിതാ കോസായി ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്, ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ കെട്ടിയന്മാർ ആദ്യമൊന്ന് ഇറങ്ങി അവർ കോട്ടൊക്കെ മേടിച്ച് കോട്ടൊക്കെ ഇട്ട് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി ടിക്കറ്റൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞാൽ മഴ മാറുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അന്തരീക്ഷത്തിൻ്റെ കിടപ്പ് കണ്ടിട്ട് അങ്ങനെ മഴ പെട്ടെന്ന് ഓടിപ്പോകുന്നു തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരിതാ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. But how long? How long? It's about 10 minutes, maybe. Yeah, more. Just a bit. Yeah. So we have to walk only up to there. Life is so beautiful. One day, 1 hour, 1 minute will never come again. So forget all your problems and be happy. മോനെ കയ്യൊക്കെ ഫ്രീസ് ആയി പറ്റടാ. അത് പറ്റില്ല, നദിയിലോട്ട് പോ. പിള്ളേർക്ക് പറ്റില്ല. പറ്റില്ലേ? അല്ല, ഒന്ന് ഇറങ്ങി വ്യൂ ഒന്ന് കാണിച്ചാൽ ആൾക്കുള്ള ഇഷ്ടമുള്ള. ഇതാണ് കേട്ടോ ഇവിടുത്തെ മനോഹരമായ കാഴ്ച. ഇതാ പോകുന്ന റോട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ആ താഴത്താണ് ഈ നദിയുള്ളത്. അവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ മഴയും അതോടൊപ്പം തന്നെ രക്ഷയില്ലാത്ത തണുപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യം ഇറങ്ങിയില്ല. ആദ്യം ഇവരാണ് ഇറങ്ങി. ഇവരോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ അവരെടുത്ത കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. Hi. Welcome. Freezing cold side. Can I get your number? Yeah, for sure. That's fine. Maybe you could take a picture. No, that's alright. No. Let's go. Wherever you go. Are you cold? Too cold. It's windy. It's okay, the rain, but the wind. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം വണ്ടിയിലിരുന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ചെറിയൊരു മഴയ്ക്കൊരു പൊടി കുറവുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ടും കുടയൊക്കെ എടുത്ത് കുറച്ച് ആൾക്കാരായിട്ട് ഇറങ്ങി തുടങ്ങിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതുവരെ വന്നിട്ട് ഒന്നും കാണാണ്ട് പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് കണ്ട് നമുക്ക് 2 ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോകണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരായിട്ട് വന്നിട്ട് ജസ്റ്റ് അവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് നോക്കി പിന്നെ ഞങ്ങൾ ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് അങ്ങനെ വണ്ടിയിൽ കയറുകയാണ് ചെയ്തത്. കാരണം ഒറ്റയടിക്ക് എല്ലാവരും വരാൻ പറ്റില്ല, മഴയുണ്ട്, ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട്.
ഓ ഈ ലേക്കിലേക്കാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകേണ്ടി വരും അല്ലേ? സംഭവം അടിപൊളി വ്യൂ ആണ്. ഇതൊരു പനോരമ വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സംഭവം അടിപൊളിയാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, മഴയായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. മഞ്ഞൊക്കെ കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ എല്ലാവരും കുറേശ്ശെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മറ്റു ആൾക്കാരൊക്കെ കുറേശ്ശെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന സെക്ടറും കാര്യങ്ങളൊന്നും പോരാ, അതുക്കും മേലെയുള്ളത് വേണം. അതന്നെ വേഗം വേണേ എല്ലാവരും നോക്കി ജസ്റ്റ് എല്ലാവരും നോക്കിയാ. ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യണം. നമ്മളൊരു ദിവസം നാളെ ഇല്ലാതായി പോയാൽ നമുക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട്, നല്ല സ്ഥലങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു. ആ സ്ഥലങ്ങളുടെ ഈ ഭാഗം എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ശരിക്കും അങ്ങോട്ട് പോയി ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ തന്നെയായിരുന്നു. കാരണം മഴ കാര്യമായിട്ട് പെയ്യുന്നുമുണ്ട്, നമുക്കിനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവും വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് മതിയാവുന്നില്ല ആർക്കും. നിങ്ങൾ തിരിഞ്ഞോണ്ടിതോ വെറൈറ്റി ആയിട്ട് താമസിച്ചാട്ടാ. ആ വന്നു ഒരു ചൊറിവുണ്ട്. മഴ മാറുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഇനി നമുക്ക് 2 സ്പോട്ട് കൂടി പോകാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരും തിരിക്കുകയാണ് ചെയ്തട്ടോ. എന്തായാലും സെപ്റ്റംബറിനെക്കാട്ടും മുന്നേ നമ്മളിവിടെ വരേണ്ടതാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുപോലത്തെ മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പോകുന്നത് ഹോംലി ഫുഡ് കഴിക്കാനാണ്. കസാക്കിസ്ഥാൻ ഹോംലി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അത് ഈ ഗൈഡിൻ്റെ പാക്കേജിലുള്ളതാണ്. അവരാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ഞങ്ങളിതാ കസാക്കിസ്ഥാനുള്ള ഒരു വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ഒത്തിരി പണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കൈൻഡി ലേക്കിലേക്ക് പോകുന്നത് ഇവരുടെ ഈ ഒമിനി പോലത്തെ, ഒമിനിയ ടെമ്പോ എന്ന് പറയാം, അങ്ങനത്തെ വാഹനത്തിലാണ് പോകുന്നത്. ഹായ്. ഇതിലല്ലേ ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടി ഷൂ ഇട്ടാ ഷൂ ഇവിടെ ഒരുക്കാണ്. അങ്ങനെ ഞങ്ങൾക്കിതാ കസാക്കിസ്ഥാൻ രീതിയിലെ അതിവിപുലമായ ഒരു ഭക്ഷണം ഞങ്ങൾക്കിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇതൊരു ഹോളാണ്, അവരുടെ വീട്ടിൻ്റെ ഹോൾ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾക്ക് മുതിർന്നവർക്കും കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു റൂമിലേക്കുമാണ് ഇതേ സെയിം സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കാണണ്ടേ? സാലഡ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ജാമുണ്ട്, ബട്ടർ ഉണ്ട്, ചീസ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഇങ്ങനെ സെയിം ആയിട്ട് മൂന്നോ നാലോ പാർട്ടായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. What about your tea preference? With tea without, with milk, without milk, or what about? Black tea, yeah, or with milk.
Black. Everyone. Milk? No. Black. Horse milk? Just the cow milk. Let me. For horse milk, we have hummus. It's out there, yeah. It's like the whole drink, hummus. And actually it has some alcohol effect. Yeah. Also kind of part of cuisine. Bausa. This is the main thing? Main dish? Not part of. Part, Yeah. starter. Just like Starter. like a bread. Like, Bread, okay. yeah, you have also that round one. Oh. Panam? Roti, You have that round. kachapuri, naan, okay. But naan സംഗീത we have fried. It's called baursa. This one is also it's made from milk, I guess. And ırımşık, nakzar ırımşık var. Kızlar ne? Talkan. Arama talkan. ചീസ് This is salt. No, cow milk. Yeah. പക്ഷെ ഇതെന്താ It's salt. ചീസ് എന്നല്ല Salt. Yeah, it's supposed to be salt. So this bread do you have it? Yeah. ജാം Yeah, jam. Varine. I know they will take the chocolate, so I have stored the chocolate in my pocket. This is a yummy combination. Hello guys, this is the worst food. Hello, this is the worst food in the world. That's you want poop. You already have. ഇതെല്ലാം സ്റ്റാർട്ടറാണ് കേട്ടോ. മെയിൻ കോഴ്സായിട്ട് വരുന്നത് നമ്മുടെ കസാക്കിസ്ഥാൻ തനത് വിഭവമായ ഫിലാഫാണ്. പക്ഷേ ഇത് ഗ്രീക്ക് വിഭവമാണ്. ഈ റൈസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്യാരറ്റും ചിക്കനും ഒക്കെ പുഴുങ്ങിയിട്ട് എന്താ പറയുക, ഒരു പുലാവ് പോലെ ഇരിക്കും. നമുക്ക് ചിക്കൻ പുലാവ് വേണമെങ്കിൽ എന്ന് പറയാം. അതുപോലത്തെ ഒരു റൈസാണ് കേട്ടോ മെയിൻ കോഴ്സായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഗൈഡും അതുപോലെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനും കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് നമ്മുടെ ഫിലാഫ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിലാഫും മറ്റ് ഐറ്റംസും. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം സുലൈമാനി കൊണ്ടുവന്നു. അത് നമുക്ക് ഗ്ലാസ്സിലൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ഒരു കോപ്പയിലായിട്ടാണ് നമുക്ക് കിട്ടിയത്. അവരങ്ങനെ ഗ്ലാസ്സിലങ്ങനെ ഒഴിച്ചു കുടിക്കുന്നില്ല, കാപ്പിയൊക്കെ ഇങ്ങനെ കോപ്പയിലാണ് തോന്നുന്നു കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണ പരിപാടികളെല്ലാം അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കുടയെടുത്തു. അങ്ങനെ ഓരോരുത്തരെ കുടയിൽ നിർത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും ചെല്ലേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്താൻ നേരം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് മഴയെ നോക്കി ഇങ്ങനെ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ.
അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇതാ നമുക്ക് പരിചയമുള്ള ഒരു പൂവ് കണ്ടു, നമ്മുടെ സീനിയ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട് കേട്ടോ, അവിടെ നിറയെ ആപ്പിൾ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പഴുക്കാറായിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഇത്രയും വലുപ്പമുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞി ആപ്പിളുകൾ തന്നെയാണ്, പക്ഷെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആപ്പിൾ മരം എന്താ പറയുക പൂത്ത് നിൽക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും, അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.